ഓണവും അനുബന്ധ കഥകളും നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. ആധികാരികമായി പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല. എങ്കിലും വാമൊഴിയായി കേട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. കർക്കിടകത്തിൻ്റെ ദാരിദ്ര്യമൊഴിഞ്ഞ് ശ്രാവണത്തിൻ്റെ സമൃദ്ധിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. എങ്കിലും ഓണം വ്യാപാരത്തിൻ്റെ ഉത്സവം കൂടിയാണ്. ആ കാലത്ത് പുറത്തു നിന്നുള്ള വ്യാപാരികൾ ഇവിടെ എത്തുകയും ഇവിടെ നിന്നും കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും പകരം പൊന്നും പണവും തിരികെ കിട്ടുകയും ചെയ്തിരുന്നത് കൊണ്ട് നാം മലയാളികൾക്ക് ഓണം പൊന്നിൻ തിരുവോണമാണ്. മഹാബലിയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണ്? ചരിത്രം എന്താണ്? ഐതിഹ്യമെന്നാൽ കെട്ടുകഥകളുടെയും ഭാവനകളുടെയും ദൈവികതയുടെയും വായ്ത്താരികളാണ്. ചരിത്രമെന്നാലോ കഴിഞ്ഞകാല സംഭവങ്ങളുടെ ആധികാരികമായ നിർവചനങ്ങളും. മഹാബലി തമ്പുരാനെ കുറിച്ച് പറയപ്പെടുന്നത് ഐതിഹ്യമാണ്. അതിന് ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. ഹിന്ദു മതാചാരപ്രകാരം മഹാഭാരതത്തിലും ഭാഗവതത്തിലും മഹാബലിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടത്രേ. മഹാബലി എന്നാൽ മഹാത്യാഗി എന്നാണ് അർത്ഥം. അസുരനായ മഹാബലി കടുത്ത വിഷ്ണു ഭക്തനായിരുന്നു. മഹാബലി ചിരഞ്ജീവിയാണ്. അമൃത് പാനം ചെയ്തതുകൊണ്ട് അദ്ദേഹം അമരനാണ്, മരണമില്ലാത്തവൻ. ആയതിനാൽ അദ്ദേഹത്തെ വധിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മഹാബലി അതിശക്തനായ അസുര ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രജകൾ സത്യസന്ധരും സന്തോഷവാന്മാരും ആരോഗ്യ ദൃഢഗാത്രരുമായിരുന്നു. കള്ളവും ചതിയും പൊളിവചനങ്ങളും എള്ളോളമില്ലാതിരുന്ന സുന്ദരമായ കാലം. അദ്ദേഹത്തിൻ്റെ സൽകീർത്തി ലോകമെമ്പാടും പരന്നു. അദ്ദേഹത്തിൻ്റെ യശസ് സ്വർഗലോകം വരെ എത്തപ്പെട്ടു. വിശ്വത്തെ ജയിക്കുവാനുള്ള യാഗം, വിശ്വജിത്ത് എന്ന മഹായാഗം. മഹാബലി ആ യാഗം നടത്തപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. സ്വർഗലോകം കീഴടക്കി ദേവേന്ദ്രൻ്റെ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അത്രേ യാഗം നടത്തിക്കൊണ്ടിരുന്നത്. ഇതറിഞ്ഞ് പരിഭ്രാന്തരായ ദേവേന്ദ്രനും മറ്റു ദേവഗണങ്ങളും മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിച്ചു. തൻ്റെ കടുത്ത ഭക്തനായ മഹാബലിയെ ദേവേന്ദ്രന്മാരോടൊപ്പം നിന്ന് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ മഹാവിഷ്ണു തയ്യാറായില്ല. അതിനാൽ അദ്ദേഹം മറ്റൊരു മാർഗമാണ് സ്വീകരിച്ചത്. മഹാവിഷ്ണു ബ്രാഹ്മണനായി അവതരിച്ചു. ബ്രാഹ്മണ ബാലൻ്റെ വേഷം ധരിച്ച് യാഗശാലയിലേക്ക് പുറപ്പെട്ടു. ഒരു ബ്രാഹ്മണൻ യാഗശാലയിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു കഴിഞ്ഞാൽ യാചിക്കുന്നതെന്തും കൊടുക്കണമെന്നതായിരുന്നു അത്രേ ആ കാലത്തെ വ്യവസ്ഥ. ബാലകൻ ഭിക്ഷ ചോദിച്ചപ്പോൾ എന്തും കൊടുക്കാൻ മഹാബലി തയ്യാറായി. ദാനശ്രേഷ്ഠനായ ബലി ദാനം കൊടുക്കാമെന്നേറ്റു. ഈ ബാലകൻ ചോദിച്ചത് വെറും 3 അടി മണ്ണ് മാത്രമാണ്. 3 അടി മണ്ണല്ലേ, എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തുകൊള്ളുക, മഹാബലി കൽപ്പിച്ചു. അടുത്ത നിമിഷം ആ കൊച്ചു ബാലകൻ മാനം മുട്ടെ വളർന്ന് 2 അടി കൊണ്ട് പാതാളവും ഭൂമിയും സ്വർഗവും അളന്നെടുത്തു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. ആ സമയം ചതി മനസ്സിലാക്കിയ മഹാബലി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണെന്ന് മനസ്സിലാക്കി. വിഷ്ണു ഭക്തനായ മഹാബലി തൻ്റെ ശിരസ് മഹാവിഷ്ണുവിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. മഹാവിഷ്ണു ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം മഹാബലി ഒരു വരം ചോദിച്ചു. തൻ്റെ പ്രിയ പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണുവാനുള്ള അനുവാദം കൊടുക്കണമെന്നതായിരുന്നു ആ വരം. ആ ഒരു അവകാശം മഹാവിഷ്ണു വരമായി കൊടുക്കുകയും ചെയ്തു. മഹാബലി തമ്പുരാൻ പ്രജകളെ കാണാൻ വരുന്ന ആ ദിവസമാണ് ശ്രാവണ മാസത്തിലെ തിരുവോണനാൾ. തിരുവോണം നാം മലയാളികൾക്ക് ഉത്സവമാണ്. ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന പൊന്നോണം. ഈ ഒരു ഐതിഹ്യം സങ്കല്പമാണെങ്കിലും സത്യമാണെങ്കിലും നാം മലയാളികൾക്ക് തിരുവോണം നമ്മുടെ ദേശീയോത്സവമാണ്. സർവ്വജാതി മതസ്ഥരും കൊണ്ടാടുന്ന ദേശീയോത്സവം പൊന്നോണം. അത്തം പത്തോണം.